വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെള്ളപ്പത്തിന്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്യാനും മറക്കല്ലേ. വെള്ളപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയും അതുപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാരയും അരിയുടെ 1/3 അഥവാ 1/3 കപ്പ് വെളുത്ത അവലും കുറച്ച് ഇൻസ്റ്റന്റ് ഈസ്റ്റുമാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നന്നായി കഴുകിയെടുത്ത പച്ചരി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കൂടെ തന്നെ എടുത്തു മാറ്റി വെച്ച 1/2 കപ്പ് ചിരകിയ തേങ്ങയും 1/3 കപ്പ് വെളുത്ത അവലും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടാതെ 1/4 ടീസ്പൂൺ ഈസ്റ്റും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് ഏകദേശം 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കണം. 4 മണിക്കൂറിന് ശേഷം അരിയെല്ലാം നന്നായി കുതിർന്നു വന്നു കഴിഞ്ഞ് നമുക്ക് മാവ് അരച്ച് തുടങ്ങാം. ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്ക് ഈ അരി മുഴുവനായും ചേർത്ത് കൊടുക്കാം. അരിയിലുള്ള വെള്ളവും കൂടി ഇതിനോടൊപ്പം ചേർക്കണം. കൂടുതൽ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. അരി കുതിരാനായി ഒഴിച്ചു കൊടുത്ത വെള്ളം മാത്രം മതിയാകും. ഇങ്ങനെ അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവിന്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ഇരിക്കണം. ഇനി ഇത് അടച്ചു വെച്ച് ഏകദേശം 1 മണിക്കൂർ ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. നല്ല ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ മാവ് പൊങ്ങി വരും. മാവ് നന്നായി പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് വെള്ളപ്പം ചുട്ടു കൊടുക്കാം. അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അപ്പം പാകത്തിന് വെന്തു വരുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്നും മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി മാവ് ഉപയോഗിച്ചും വെള്ളപ്പം തയ്യാറാക്കാം. ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത വെള്ളപ്പം നമുക്ക് ഏതെങ്കിലും ഒരു നോൺ വെജ് കറിയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുമെന്നും ഈ ഈസി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.